ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്താണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്കൊന്ന് നോക്കാം. ഇതിൽ തന്നെ ഒരുപാട് പേര് റിപ്പീറ്റഡ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ടല്ലേ. അപ്പം നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത്. സംഖ്യകൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ജ്യോതിഷത്തിൽ ശുഭവും അശുഭവുമായിട്ടുള്ള സമയം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംഖ്യാശാസ്ത്രത്തിലും സംഖ്യകളെ പറ്റിയും ഇതേപോലുള്ള വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംഖ്യാശാസ്ത്രത്തിൽ ചില സംഖ്യകളുടെ സംയോജനങ്ങൾ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇവയെ ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ നമ്പേഴ്സ് നിങ്ങൾ എവിടെയെങ്കിലും ആവർത്തിച്ച് കാണുകയാണെങ്കിൽ അതൊരു പ്രത്യേക സൂചനയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ നമ്പറുകൾ നിങ്ങളുടെ ഭാവി സംഭവത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ സംഖ്യാശാസ്ത്രത്തിൽ പോലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സംഖ്യകൾ ഊർജം കൊണ്ടുവരും എന്നാണ് പറയപ്പെടുന്നത്. ഇനി സംഖ്യാശാസ്ത്രം അനുസരിച്ച് വാഹന നമ്പർ പ്ലേറ്റ്, വീടിൻ്റെ വിലാസം, അതേപോലെ തന്നെ സമയം എന്നിവയിൽ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടാൽ അതൊരു ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്രതീക്ഷിതമായി നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടാൽ അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണെന്നും അതൊരു ശുഭകരമായ സൂചനയായും കണക്കാക്കപ്പെടുന്നു. ഈ നമ്പറുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും എന്തൊക്കെയാണ് അവ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഭാഗ്യമെന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പറാണ് 111 എന്നുള്ളത്. ഈ 111 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ തുടക്കങ്ങൾക്കും പുതിയ മാറ്റങ്ങൾക്കും കാരണം ആകാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ എന്ന് തന്നെയാണ് മാലാഖമാർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി അടുത്ത നമ്പറാണ് 222 എന്നുള്ളത്. ഈ നമ്പർ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിശ്വസിക്കൂ എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഉടനടി ഒരു വിജയം കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 333 എന്നുള്ള നമ്പറാണ്. ഈ നമ്പർ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റും ഒരു വലിയ ഊർജ്ജ സംരക്ഷണം ഉണ്ടെന്നും നിങ്ങളുടെ കൂടെ ദൈവിക സാന്നിധ്യം ഉണ്ടെന്നും എന്നതാണ്. നിങ്ങൾക്ക് അവരുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കും എന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുമാണ്. ഇനി അടുത്തത് 444. ഇത് നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. ഇനി അടുത്തത് 888 ആണ്. നിങ്ങളുടെ അവസാനിക്കാത്ത ഊർജത്തിൻ്റെ പ്രവാഹം എന്നാണ് ഈ 888 സൂചിപ്പിക്കുന്നത്. സ്നേഹം, അഭിവൃദ്ധി, ആരോഗ്യം ഇവയൊക്കെ നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഹൃദയം തുറന്ന് ഇവയൊക്കെ സ്വീകരിക്കൂ എന്നതാണ്. ഇനി 999 എന്നുള്ളതാണ്. അത് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം നിങ്ങളെ അന്വേഷിക്കുന്നുള്ള സൂചനയാണ് നൽകുന്നത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ലക്ഷ്യത്തിലെത്തിക്കുമെന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. നിങ്ങളുടെ ജീവിതത്തിൽ മിറാക്കിൾസ് വരുന്നു എന്നതായും ഈ നമ്പറിനെ കണക്കാക്കാറുണ്ട്. ഇനി അടുത്ത നമ്പറാണ് 666 എന്നുള്ളത്. നിങ്ങൾ കുറച്ച് ബാലൻസ് കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് മറ്റൊരു സൂചന. നിങ്ങൾ ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നതിൻ്റെ സൂചനയുമായിട്ടും ഈ 666 നമ്പറിനെ കണക്കാക്കാറുണ്ട്. ഇനി ഞാൻ ഏഞ്ചൽ നമ്പേഴ്സിനെ കാണുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. നിങ്ങൾക്കതിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് വിഷ് ചെയ്യാവുന്നതുമാണ്. ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നതും വളരെ നല്ലതാണ്. അതേപോലെ ഇനി ഈ ഏഞ്ചൽസ് നമ്പേഴ്സിനെ കാണുന്ന സമയത്ത് ഇനി പാനിക്കായി ഒന്നും ആരും നിൽക്കരുത്. ഇതെന്ത് സൂചനയാണ് തരുന്നത് എന്നൊന്നും കണക്കാക്കാതെ തന്നെ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഈ നമ്പറുകൾ നിങ്ങൾക്ക് നൽകുന്ന സൂചന. ഇത് കൂടാതെ ഇനിയും ഏഞ്ചൽ നമ്പേഴ്സ് ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത്രയും ഏഞ്ചൽ നമ്പേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ ഏഞ്ചൽ നമ്പേഴ്സിനെ അറിയണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.